നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 5 തിങ്കളാഴ്ചയാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, ഒരു ഡീപ്പ് റെഡിലായിരിക്കും ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത്. വെള്ളിയാഴ്ച വലിയ സെൽ ഓഫിലാണ് ഇന്ത്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്ത്. അതിനുശേഷം വന്ന US മാർക്കറ്റുകളും വീണ്ടും ഒരു സെൽ ഓഫിലേക്ക് പോയി. ഇന്ന് വലിയ ഒരു ഡീപ്പ് റെഡിലാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത്. കാരണം ഏഷ്യൻ മാർക്കറ്റുകളും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചേഴ്സ്, യൂറോപ്യൻ ഫ്യൂച്ചേഴ്സ് എല്ലാം കനത്ത സെൽ ഓഫിൽ തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇപ്പോൾ 3 മുതൽ 6% കനത്ത നഷ്ടത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് 24,400 റേഞ്ചിലാണ്. കൂടാതെ ഇന്ന് ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ദിവസം കൂടിയാണ്. NSE F&O നിക്ഷേപങ്ങൾ 2024 ആദ്യ പകുതിയിൽ 239% ഉയർന്നു എന്നൊരു വാർത്ത വരുന്നു. ഏതായാലും ഇന്നത്തെ ദിവസം അഗ്രസീവായിട്ടുള്ള പൊസിഷൻസ് ഒന്നും എടുക്കാതിരിക്കുക. ശ്രദ്ധാപൂർവം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, നമ്മുടെ വീഡിയോയ്ക്ക് ആരെയും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ആദ്യമായി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് പറയുന്നത്. വിപണിയിലെ അമിത ഊഹക്കച്ചവടങ്ങൾ നിയന്ത്രിക്കുന്നതിന് ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ കഴിഞ്ഞ ചൊവ്വാഴ്ച നിരവധി പ്രപ്പോസലുകൾ മുൻപോട്ട് വെച്ചിരുന്നു. ഇത് ഇപ്പോൾ F&O സെഗ്മെന്റിലെ നമ്മളെ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്കാണ് ആദ്യം പോകുന്നത്. ഇയർ ഓൺ ഇയറിലെ കണക്ക് പരിശോധിച്ചപ്പോൾ റീറ്റെയിൽ നിക്ഷേപകരുടെ പങ്കാളിത്തം 3 മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത്. NSE ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ വിഭാഗത്തിൽ റീറ്റെയിൽ നിക്ഷേപകരുടെ പങ്കാളിത്തം ഗണ്യമായി വർദ്ധിച്ചു. 2024 ആദ്യ 6 മാസത്തിൽ അവരുടെ നിക്ഷേപം വർഷാവർഷം 239% ഉയർന്ന് 56,297 കോടി രൂപയിലായി. പ്രത്യേകിച്ചും റീറ്റെയിൽ നിക്ഷേപകർ 19,032 കോടി രൂപയുടെ നെറ്റ് ഇക്വിറ്റി ഫ്യൂച്ചേഴ്സ് വാങ്ങി എന്നാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വെറും 7,300 കോടി രൂപ മാത്രമായിരുന്നു നെറ്റ് ഔട്ട്ഫ്ലോ ആയി ഉണ്ടായിരുന്നത്. ഇക്വിറ്റി ഓപ്ഷനുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും വലിയ വർധനവ് തന്നെയാണ് വന്നിരിക്കുന്നത്. അവരുടെ അറ്റ നിക്ഷേപം ഈ കാലയളവിൽ 57% ഉയർന്ന് 37,265 കോടി രൂപയുമായി. പാർട്ടിസിപ്പേഷനിലുള്ള വർധനവ് മാത്രമല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ 90% ആളുകളുടെയും പണം നഷ്ടപ്പെടുന്നു എന്നത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് സെബി ധാരാളം നിയന്ത്രണങ്ങൾ ഇപ്പോൾ F&O സെഗ്മെന്റിൽ ഏർപ്പെടുത്താനും ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വാർത്തയുള്ളത്, 936 കിലോമീറ്റർ ദൈർഘ്യമുള്ള 8 ദേശീയ അതിവേഗ റോഡ് കോറിഡോർ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഈ പദ്ധതിയുടെ ആകെ കോസ്റ്റ് ഉദ്ദേശിക്കുന്നത് 50,655 കോടി രൂപയാണ്. ആഗ്ര ഗോളിയാർ, ഖരഗ്പൂർ മോറേഗ്രാം, തരദ് ദീസ, മെഹ്സാന അഹമ്മദാബാദ്, അയോധ്യ റിംഗ് തുടങ്ങിയ ഒരുപിടി പ്രൊജക്റ്റുകളാണ് ഈ പദ്ധതിയിലുള്ളത്. ഈ പദ്ധതികളിൽ ബോട്ട്, HAM, EPC തുടങ്ങിയ വിവിധ വികസന മോഡലുകൾ ഉൾപ്പെടുന്നു. കൂടാതെ ഇന്ത്യയിലുടനീളമുള്ള ഗതാഗത കാര്യക്ഷമതയും കണക്ടിവിറ്റിയും ഗണ്യമായി മെച്ചപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് ഇത് പോസിറ്റീവ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, സിമെന്റ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് അത്തരത്തിലുള്ള കമ്പനികൾക്ക് പോസിറ്റീവായ ഒരു വാർത്തയാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ സർവീസസ് കമ്പനികൾക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണിത്. മറ്റൊരു വാർത്ത കൂടിയുള്ളത്, റിയൽ എസ്റ്റേറ്റ് ദീർഘകാല മൂലധന നേട്ടത്തിന്, അതായത് LTCG നികുതി ചുമത്തുന്നതിനുള്ള നിർദ്ദിഷ്ട നിയമങ്ങൾ സർക്കാർ മാറ്റിയേക്കും. 2024 ജൂലൈ 23 തുടങ്ങുന്നതിന് പകരം പുതിയ നിയമങ്ങൾ അടുത്ത വർഷം ഏപ്രിൽ 1 ആരംഭിച്ചേക്കും. പുതിയ LTCG നികുതി നിരക്ക് 12.5%. LTCG നികുതി നിരക്ക് 20% നിന്ന് 12.5% കുറയ്ക്കുന്നത് പ്രോപ്പർട്ടി വിൽപ്പനയെ കൂടുതൽ ആകർഷകമാക്കുകയും കൂടുതൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിന് ഗുണകരമാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്തതായി പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 17,035 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 16,884.29 കോടി രൂപയായിരുന്നു പ്രോഫിറ്റായി ഉണ്ടായിരുന്നത്. അതായത് 1% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഏൺഡിൽ 16% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കാണുന്നത്. 1,11,526 കോടി രൂപയിലാണ് ഇപ്പോൾ ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 5.71% വർധനവും വന്നു. അതായത് ഒരു ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയിട്ട് തന്നെയാണ് റിസൾട്ടുകൾ പുറത്തു വന്നത് എന്ന് കാണാം. അടുത്തതായി ഡൽഹി വെറിയുടെ റിസൾട്ടാണ്. കമ്പനി നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 54 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 89 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 12.6% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. റവന്യൂ ഉള്ളത് 2,172 കോടി രൂപയിലാണ്. എബിറ്റയിലും വർധനവുണ്ടായിരിക്കുന്നു. 97 കോടി രൂപയിലാണ് എബിറ്റയുള്ളത്.
വളരെ നല്ല റിസൾട്ട് തന്നെയാണ് ഡൽഹി വെറയുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്ന് കാണാം. മറ്റൊരു കമ്പനി JK ടയറാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 211 കോടി രൂപയാണ്. അതായത് 37% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. പക്ഷേ റവന്യൂവിലാണ് ഒരു ഇടിവ് വന്നിരിക്കുന്നത്. 2.1% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ റവന്യൂവിൽ സംഭവിച്ചിരിക്കുന്നത്. അടുത്തതായി അംബുജ സിമന്റ്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ബീഹാറിൽ പുതിയ സിമന്റ് ഗ്രൈൻഡിംഗ് യൂണിറ്റ് നിർമ്മിക്കാൻ 1600 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് അംബുജ സിമന്റ് പ്രഖ്യാപിച്ചു. അടുത്തത് പവർ ഗ്രിഡുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 765 kV ഇരട്ട സർക്യൂട്ട് ട്രാൻസ്മിഷൻ ലൈൻ നിർമ്മിക്കുന്നതിന് ഒരു പദ്ധതി കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ക്യാപിറ്റൽ, ബി സോഫ്റ്റ്, ചെമ്പൽ ഫെർട്ടിലൈസർ, GNFC, ഗ്രാനുൾസ്, ഇന്ത്യ സിമന്റ്, ഇന്ത്യ മാർട്ട്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 11 മണി മുതൽ 3:30 വരെയാണ്. ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ഫോളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണ് ഇന്ന് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈവ് മിസ്സാക്കാതിരിക്കുക. നിങ്ങളുടെ ഒരു മെൻറ്ററായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായി നിങ്ങൾക്ക് കൃത്യമായി തന്നെ പഠിച്ചുകൊണ്ട് ഒരു ട്രേഡ് എടുക്കാൻ കഴിയുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും നമ്മുടെ ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. സ്റ്റുഡൻസിന് തൊട്ട് മുകളിൽ ഇവിടെ നമ്മളൊരു നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രധാനപ്പെട്ട ഈ ആഴ്ചയിലെ ഇവൻസുകളിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ധാരാളം ഇവൻസുകൾ കടന്നുപോയിരുന്നു. US ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, UK ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, അതിനു പുറമെ ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും പുറത്തു വന്നു. ജപ്പാൻ മാർക്കറ്റ് നിക്കി കഴിഞ്ഞ ആഴ്ച മാത്രം 6% അടുത്ത് ഇടിഞ്ഞിരുന്നു. ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വീക്ക് തന്നെയാണ്. തിങ്കളാഴ്ച ഓഗസ്റ്റ് 5 ഇന്ത്യ കോമ്പോസിറ്റ് PMI ഡാറ്റ പുറത്തു വരും. അന്ന് തന്നെ ചൈന സർവീസസ് PMI ഡാറ്റയും US സർവീസസ് PMI ഡാറ്റയും അന്നേ ദിവസം തന്നെയാണ്. ചൊവ്വാഴ്ച ഓഗസ്റ്റ് 6 ഓസ്ട്രേലിയ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരും. US എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ അന്നേ ദിവസമാണ്. ബുധനാഴ്ച ഓഗസ്റ്റ് 7 ഇന്ത്യ മണി സപ്ലൈ ഡാറ്റയാണ് പുറത്തു വരുന്നത്. വ്യാഴാഴ്ചയാണ് നമ്മൾ കാത്തിരിക്കുന്ന ഇവൻ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, അതായത് ഓഗസ്റ്റ് 8 നടക്കുന്നത്. ഓഗസ്റ്റ് 9 ഇന്ത്യൻ ബാങ്ക് ലോൺ ഗ്രോത്ത് റേറ്റ്, അതുപോലെ ഡെപ്പോസിറ്റ് ഗ്രോത്ത്, ചൈന ഇൻഫ്ലേഷൻ ഡാറ്റ എന്നിവ പുറത്തു വരും. ഇതുകൂടാതെ വളരെ മുഖ്യമായ ഒത്തിരിയേറെ കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരു ആഴ്ച കൂടിയാണ്. തിങ്കളാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഭാരതി എയർടെൽ, മാരിക്കോ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ONGC, സുവൻ ലൈഫ് സയൻസസ്, ടാറ്റ കെമിക്കൽസ്, വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ എന്നിവയുടെ റിസൾട്ടുകളാണ് തിങ്കളാഴ്ച വരുന്നത്. ചൊവ്വാഴ്ച ഓഗസ്റ്റ് 6 IPO വരുന്നത് ബ്രെയിൻ ബീസ് സൊല്യൂഷൻസ് ആണ്. ഫസ്ക്രൈയുടെ പാരന്റ് കമ്പനിയാണിത്. ചൊവ്വാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ലൂപ്പിൻ, TVS മോട്ടോഴ്സ്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, ഗ്ലാൻ ഫാർമ, ടാറ്റ പവർ, PI ഇൻഡസ്ട്രീസ്, PB ഫിൻടെക്, EIH, ഇൻഡിഗോ പെയിൻറ്റ്സ്, ബാറ്റ ഇന്ത്യ, ബ്ലൂ സ്റ്റാർ, ബോഷ്, കുമ്മിൻസ് ഇന്ത്യ എന്നീ കമ്പനികളുടേതാണ്. ബുധനാഴ്ച ഓഗസ്റ്റ് 7 ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ്, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, കോറമൻഡൽ ഇന്റർനാഷണൽ, ഡോക്ടർ ലാൽപത് ലാബ്സ്, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, റെയ്ഡ്കോ കൈത്താൻ, ലെമൺ ട്രീ ഹോട്ടൽസ്, ഗോകുൽദാസ് എക്സ്പോർട്സ്, NHPC തുടങ്ങിയവയുടെ റിസൾട്ടാണ് ബുധനാഴ്ച വരുന്നത്. വ്യാഴാഴ്ച ഓഗസ്റ്റ് 8 പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LICയുടെ റിസൾട്ട് വരുന്നുണ്ട്. MRFന്റെ റിസൾട്ട്, ABB ഇന്ത്യ, ഭാരത് ഫോർജ്, ഐഷർ മോട്ടോഴ്സ്, പേജ് ഇൻഡസ്ട്രീസ്, ബയോകോൺ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഹെൽത്ത് കെയർ ഗ്ലോബൽ എന്റർപ്രൈസസ്, JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, സെയിൽ, ശോഭ എന്നീ കമ്പനികളുടെ റിസൾട്ടുകൾ വരും. വെള്ളിയാഴ്ച ഓഗസ്റ്റ് 9 ട്രെൻഡ്, ഇൻഫോ എഡ്ജ്, സൈഡസ് ലൈഫ്, സൺ TV നെറ്റ്വർക്ക്, CESC തുടങ്ങിയവയുടെ റിസൾട്ട്. വെള്ളിയാഴ്ച ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു IPO ഒല ഇലക്ട്രിസിറ്റി മൊബിലിറ്റിയുടേതാണ്. ഓഗസ്റ്റ് 10 ശനിയാഴ്ച പുറത്തു വരുന്ന റിസൾട്ടുകൾ ഓരോബിന്ദ ഫാർമ, വിനാത്തി ഓർഗാനിക്സ് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട് വരും. ആദ്യം മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. സെൻസെക്സും നിഫ്റ്റിയും 0.3% ഇടിഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 8 ആഴ്ചത്തെ വിന്നിംഗ് സ്ട്രീക്ക് ഇതോടെ നഷ്ടപ്പെട്ടു. സെക്ടറുകളിൽ നിഫ്റ്റി, റിയാലിറ്റിയും IT-യുമാണ് വലിയ നഷ്ടം കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിലേക്ക് വന്നാൽ നിഫ്റ്റിയും സെൻസെക്സും 1% മുകളിൽ ഇടിഞ്ഞു. മിഡ് ക്യാപ്പ് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും 1% നഷ്ടം രേഖപ്പെടുത്തി. മന്ത്ലി സെയിൽസ് വീക്കായതിനെ തുടർന്ന് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് 3% ഇടിഞ്ഞു. മെറ്റൽ സ്റ്റോക്കുകളിൽ ഹെവി സെല്ലിംഗ് ആണ് വെള്ളിയാഴ്ച കണ്ടത്.
ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, JSW എന്നിവ 4% ഇടിവും രേഖപ്പെടുത്തി. ക്വാർട്ടർലി ഏർണിംഗ്സിന് ശേഷം സൊമാറ്റോ 12% ഉയർന്നു. വെള്ളിയാഴ്ചത്തെ നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റി നമ്മൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതുപോലെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയാണ് വെള്ളിയാഴ്ച ലഭിച്ചത്. എന്നാൽ അവസാന മണിക്കൂർ വരെ 24,800 ഹോൾഡ് ചെയ്യാൻ സാധിച്ച നിഫ്റ്റി എന്നാൽ അവസാന മണിക്കൂറിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാരണം ഡൗൺ ആവുകയുണ്ടായി. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 24,750 എന്ന പ്രധാനപ്പെട്ട ലെവലിന് താഴെയായിരുന്നു. 24,714 1.17% ഇടിഞ്ഞാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച നടന്ന മറ്റൊരു കാര്യം 10-day EMAയ്ക്ക് താഴെയായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,550 ആണ്. 20-day EMA ഉള്ളത് ആ ലെവലിൽ തന്നെയാണ്. കൂടാതെ ഒരു സോൺ നമ്മൾ പ്രത്യേകമായി എടുത്തു കാണുകയാണെങ്കിൽ 24,600 മുതൽ 24,550 വരെയുള്ള സോൺ ക്രൂഷ്യൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്സൈഡിൽ 24,820 മുതൽ 24,850 വരെയുള്ള ലെവൽ പ്രധാനപ്പെട്ടതാവാനും സാധ്യതയുണ്ട്. ഡെയിലി ക്യാൻഡിൽ പരിശോധിക്കാം. വലിയ അപ്പർ വിക്കും ചെറിയ ലോവർ വിക്കോടും കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. 25,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,500 സ്ട്രൈക്കിലും അതിനുശേഷം 25,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 24,100 സ്ട്രൈക്കിലും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ട്രൈക്കുകളായി കാണുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500, റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. അതുവഴി ഇപ്പോൾ ബുൾസിനാണോ ബിയേഴ്സിനാണോ മാർക്കറ്റ് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 24,700 സ്ട്രൈക്കാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. 96% വർധനവ് പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ കോൾ സൈഡിലെ വർധനവ് വളരെ വലിയ വർധനവ് തന്നെയാണ്. 775% വർധനവ് കാണാം. ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് കോൾ സൈഡിലുള്ളത്. 24,650 സ്ട്രൈക്കിൽ 95% മാത്രം വർധനവ് പുട്ട് സൈഡിൽ ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ്. എന്നാൽ 1,542% അതിശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലുള്ളത്. അടുത്തതായി 24,750 സ്ട്രൈക്കിൽ 29% മാത്രം വർധനവ് പുട്ട് സൈഡിൽ ചെറിയ ലോങ് ബിൽഡപ്പ്. 2,138% ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിൽ കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത്. അത് ബിയേഴ്സിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 51,350 213 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഡൗൺ സൈഡിലുള്ള 40-day EMAയ്ക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതായത് 51,320 ലെവലിന് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. വെള്ളിയാഴ്ച നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഫോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഫോൾ താരതമ്യേന ദുർബലമായിരുന്നു. ചെറിയൊരു ഫോൾ മാത്രമാണ് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടത്. ഏതായാലും ബാങ്ക് നിഫ്റ്റി വീക്ക്ലി ചാർട്ടിൽ ഒരു ഇൻസൈഡർ ബാർ പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം 52,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് 50,500, അതിനുശേഷം 50,000 സ്ട്രൈക്ക്, അതിനുശേഷം 51,000 സ്ട്രൈക്ക്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000. ഇന്ത്യ വിക്സിലേക്ക്. 10% ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച ഉയർന്നത്. 14.32 10.75% ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച ഉയർന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDE ആക്ടിവിറ്റിയാണ്. FIS 3,310 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച സെല്ല് ചെയ്തത്. DIs ആവട്ടെ 2,965 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. US മാർക്കറ്റിലേക്ക്. US സ്റ്റോക്കുകൾ വെള്ളിയാഴ്ച തുടർച്ചയായ രണ്ടാമത്തെ സെഷനിലും ഒരു സെൽ ഓഫിലേക്ക് പോയി. സോഫ്റ്റ് ജോബ്സ് റിപ്പോർട്ടാണ് വെള്ളിയാഴ്ച പുറത്തു വന്നത്. ഇത് വരാനിരിക്കുന്ന മാന്ദ്യത്തിന്റെ ഭയം ഉയർത്തിയതിനെ തുടർന്നാണ് US വിപണി ഇടിഞ്ഞത്. നാസ്ഡാക്ക് വെള്ളിയാഴ്ച 417 പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. 2.43% ഇടിഞ്ഞു. ഡൗ ജോൺസ് 1.51% ഇടിഞ്ഞത്. S&P 500 1.84% ഇടിഞ്ഞു. വെള്ളിയാഴ്ച പുറത്തു വന്ന നോൺ ഫാം പേറോൾ റിപ്പോർട്ട് അത് സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചത് 1,75,000 ആയിരുന്നു. എന്നാൽ യഥാർത്ഥ ഡാറ്റ പുറത്തു വന്നത് 1,14,000 ആയിട്ടാണ്. തൊഴിലില്ലായ്മ നിരക്ക് 4.3% ഉയർന്നതായി ഡാറ്റ കാണിക്കുന്നു. 3 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ US-ൽ 25 ബേസിസ് പോയിന്റ്സ് കട്ടാണ് സെപ്റ്റംബറിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അത് 50 ബേസിസ് പോയിന്റ്സിലേക്ക് മാറിയിരിക്കുന്നു. 50 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ 9.5% കഴിഞ്ഞ സെഷനിൽ അത് വെറും 22% സ്റ്റോക്കുകളിൽ വലിയ ഇടിവിലേക്ക് പോയത്
ആമസോൺ ആയിരുന്നു 8.79% ഇടിഞ്ഞു. ഇന്റൽ 26% റിസൾട്ടുകൾക്ക് ശേഷം ഇടിഞ്ഞത്. വെള്ളിയാഴ്ച വലിയ ഇടിവ് നേരിട്ടത് ഇൻഡെക്സുകളിൽ നാസ്ഡാക്ക് ആയിരുന്നു. ജൂലൈ മാസത്തെ ഹൈയിൽ നിന്ന് ഏകദേശം ഇപ്പോൾ 10% ഇടിഞ്ഞിരിക്കുന്നത്. സ്മോൾ ക്യാപ് റസൽ 2000 വെള്ളിയാഴ്ച 3.5% ഇടിയുകയും ചെയ്തു. 3 ആഴ്ചയിലെ താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ റസൽ 2000 ഉള്ളത്. ഈ ഇടിവിലും സെക്ടറുകളിൽ പിടിച്ചു നിന്നത് കൺസ്യൂമർ സ്റ്റാപ്പിൾസ്, യൂട്ടിലിറ്റീസ്, റിയൽ എസ്റ്റേറ്റ് സെക്ടറുകളായിരുന്നു. വാൾസ്ട്രീറ്റിലെ ഫിയർ ഗേജ് ഇപ്പോൾ 23.39 അതായത് 25% മുകളിലാണ് വെള്ളിയാഴ്ച ഉയർന്നത് എന്ന് കാണാം. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം. ആദ്യം ഇൻഫോസിസ് 2.38% ഇടിഞ്ഞത്. വിപ്രോ 2.95% ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡിൽ HDFC ബാങ്ക് 0.84% ഇടിഞ്ഞു. ICICI ബാങ്ക് 2.38% ഇടിഞ്ഞത്. റിലയൻസ് ഇൻഡസ്ട്രീസ് 1.8% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി മാത്രമാണ് അവിടെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇനിയിപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US ഫ്യൂച്ചേഴ്സും കനത്ത ഇടിവിൽ തന്നെയാണ്. നാസ്ഡാക്ക് 0.91% ഇടിവിലും S&P 500 1.50% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകൾ മുഴുവൻ വീക്കായപ്പോൾ യൂറോപ്യൻ മാർക്കറ്റുകളും വെള്ളിയാഴ്ച ഇടിവിൽ തന്നെയായിരുന്നു. UK മാർക്കറ്റ് FTSE 1.31% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 2.33% ഇടിഞ്ഞത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 1.61% ഇടിഞ്ഞു. സ്റ്റോക്ക് 600 അന്ന് 2.82% ഇടിഞ്ഞത്. ടെക് സ്റ്റോക്കുകൾ തന്നെയാണ് വലിയ നഷ്ടമുണ്ടാക്കിയത്. 6% ഇടിഞ്ഞു. ഫിനാൻഷ്യൽ സർവീസ് 5.22%, ബാങ്കുകൾ 4.35% ഇടിഞ്ഞു. യൂറോപ്യൻ ഫ്യൂച്ചേഴ്സിൽ ഡാക്സ് 0.62% ഇടിവിലും CAC 0.96% ഇടിവിലും FTSE 0.72% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ വലിയ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജപ്പാൻ മാർക്കറ്റ് നിക്കിയാണ്. 6% മുകളിലാണ് ഇന്ന് രാവിലെ മാത്രം നിക്കി മാർക്കറ്റ് ഇടിഞ്ഞത്. അതായത് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഏകദേശം 14% നിക്കി മാർക്കറ്റ് ഇടിഞ്ഞത്. ജപ്പാൻ മാർക്കറ്റിന്റെ അത്ര തന്നെ ഇടിവിലല്ല മറ്റ് മാർക്കറ്റുകളെങ്കിലും വലിയ സെൽ ഓഫിൽ തന്നെയാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 3.33% ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് 6.24% ഇടിവിലും കോസ്പി മാർക്കറ്റ് 4.56% വലിയ നഷ്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,379 എന്ന നിലയിലാണ്. അതായത് 1.36% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്കൊരു 320 മുതൽ 330 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇത്തരത്തിലാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഒരു 24,400 റേഞ്ചിലൊക്കെ ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകൾ. ദുർബലമായ തൊഴിൽ റിപ്പോർട്ട് കാരണം വെള്ളിയാഴ്ച US ക്രൂഡ് ഓയിൽ ഏകദേശം 3% ഇടിഞ്ഞത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $76.96 പെർ ബാരൽ എന്ന നിലയിൽ 0.17% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $73.53 പെർ ബാരൽ എന്ന നിലയിൽ 0.01% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.